നമസ്കാരം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19-അംഗ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. 4 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത്. അതുപോലെ തന്നെ നമ്മൾ പീപ്പിൾ ടീം ഒരുക്കിയിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാവിധത്തിലും ഓരോ നിമിഷത്തിലുള്ള വിശകലനങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ 5 വർഷത്തെ കാലത്തെ വിശകലനങ്ങളിലേക്ക് പോകും. മന്ത്രിമാരുടെ ഒരു 19 മന്ത്രിമാരുടെയും ജീവിതരേഖ, അവരുടെ അടക്കമുള്ള അവരുടെ പ്രൊഫൈൽ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള വിശകലനങ്ങളിലേക്കൊക്കെയും യാത്ര ചെയ്യും. മാത്രവുമല്ല, ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ, ഒപ്പം മന്ത്രിമാരുടെ അടക്കമുള്ള അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ നിന്നൊക്കെയും ഉള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും നവകേരള സൃഷ്ടിക്കായി ഒരു വലിയ ഉദയം അല്ലെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന LDF സർക്കാർ അതിൻ്റെ ആദ്യ ദിനം ഇന്ന് ഔദ്യോഗികമായി സ്ഥാനമേൽക്കുന്ന ദിനമാണ്. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിലാണ്. വൈകിട്ട് 4 മണിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19-അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഇപ്പോൾ AKG സെന്ററിന് മുന്നിൽ നിന്നും MR സജീഷ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകും ഒരുക്കങ്ങൾ സംബന്ധിച്ചൊക്കെ. സജീഷ്, എത്രത്തോളം ആവേശപരമാണ് പ്രവർത്തകരടക്കം നേതാക്കളടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ഓരോ നിമിഷങ്ങളും മണിക്കൂറുകൾ ഒന്നൊന്നായി പിന്നിടുന്ന ഘട്ടമാണ്. AKG സെന്ററിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, എത്രത്തോളം ആവേശത്തോടു കൂടി കാര്യങ്ങൾ പോകുന്നു? പ്രജീഷ, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനുള്ളിൽ AKG സെന്ററിലെത്തും. അതിനുശേഷമാണ് ഗവർണറെ കാണുന്നതിന് വേണ്ടി രാജ്ഭവനിലേക്ക് പുറപ്പെടുക. രാജ്ഭവനിലെത്തി മന്ത്രിമാരുടെ പേര് വിവരങ്ങൾ കൈമാറും. ഇപ്പോൾ AKG സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ AKG സെന്ററിലെത്തും. അതിനുശേഷമാണ് രാജ്ഭവനിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച. വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അതിനുശേഷമാണ് ഉണ്ടാകുക. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും 11 മണിക്ക് ചേരുന്നുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു അന്തിമ ധാരണ അതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്ഭവനിൽ വീണ്ടും മന്ത്രിമാർക്ക് ഗവർണർ ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ആദ്യം മന്ത്രിസഭാ യോഗം ചേരുക. മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം വകുപ്പ് തീരുമാനിച്ച് മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. പ്രജീഷ്, അല്പസമയത്തിനുള്ളിൽ AKG സെന്ററിലേക്ക് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എത്തിച്ചേരും. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാവിലെ മുതൽ തന്നെ AKG സെന്ററിന് മുമ്പിലുള്ളത്. ഇവർ അധികം പേരും മറ്റു ജില്ലകളിൽ നിന്നും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളവരാണ്. വളരെ ആവേശകരമായ ഭൂരിപക്ഷത്തോടുകൂടിയ വിജയം, അതിന്റെ വിജയം AKG സെന്ററിന് മുമ്പിൽ നിന്നും കാണാം. അല്പസമയത്തിനുള്ളിൽ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. MR സജീഷാണ് വിശദാംശങ്ങൾ AKG സെന്ററിന് മുന്നിൽ നിന്ന് നൽകിയത്. ഒരുപക്ഷെ പ്രവർത്തകരടക്കം വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ദിനത്തെ പുതുദിനം പുലരുന്നു. അതിൻ്റെ നേർസാക്ഷ്യം വഹിക്കാൻ ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ, പ്രവർത്തകരൊക്കെയും തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നു. AKG സെന്റർ കൂടി വലിയ ആവേശത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളുണ്ട്. വിപുലമായ സംവിധാനങ്ങൾ തന്നെയാണ് തീർച്ചയായും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും രാജ്ഭവനിന് മുന്നിൽ നമ്മുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, രാജ്ഭവനിൽ ഇനി എന്തായാലും ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളൊക്കെയും ശ്രദ്ധ ഇനി അങ്ങോട്ടേക്കാണ്. അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? പ്രജീഷ്, അല്പസമയത്തിനകം തന്നെ കൃത്യം 9:30 തന്നെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഗവർണറുടെ രാജ്ഭവനിൽ എത്തിച്ചേരുന്നതായിരിക്കും. 15 മിനിറ്റോളമാകും അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഇവിടെ നീളുക. ഇവിടെ എത്തി ഔദ്യോഗികമായി അദ്ദേഹം മന്ത്രിമാരുടെ പട്ടിക അടങ്ങുന്ന പട്ടിക അദ്ദേഹം ഗവർണർക്ക് കൈമാറുന്നതായിരിക്കും. അതിനുശേഷം ഉടൻ തന്നെ ഇവിടെ നിന്നും മടങ്ങുന്നതായിരിക്കും. ഇതിനുശേഷം ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മറ്റ് 18 മന്ത്രിമാരും ഇവിടെ രാജ്ഭവനിൽ എത്തുന്നതായിരിക്കും. അവർക്കായി ഒരു ചായ സൽക്കാരവും ഇവിടെ ഗവർണർ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ അല്പസമയത്തിനകം തന്നെ 9:20 തന്നെ അദ്ദേഹം അവിടെ നിന്നും AKG സെന്ററിന് സമീപത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങുന്നതായിരിക്കും. കൃത്യം 9:30 തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
യെസ്, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ പല ഘട്ടത്തിൽ പുരോഗമിക്കുന്നു. ഓരോ നിമിഷങ്ങളും എന്തായാലും പ്രവർത്തകരടക്കം ആവേശത്തോടുകൂടി സമീപിക്കുന്നു എന്നാണ് AK സെന്ററിന് മുന്നിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഔദ്യോഗിക നിമിഷങ്ങൾ ഒരുപക്ഷെ രാജ്ഭവനിലേക്കാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഔദ്യോഗിക നടപടികൾ എന്തായാലും രാജ്ഭവനിൽ കൂടി കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാണ് ഷീജ നൽകിയ വിശദാംശം. എന്തായാലും നമുക്ക് അതിഥികളിലേക്ക് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന അതിഥികൾ, വിശകലന വിദഗ്ധർ, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം നമ്മോടൊപ്പം ചേരുന്നത് നിയുക്ത സ്പീക്കർ കൂടിയായ ശ്രീരാമകൃഷ്ണൻ നമ്മോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം B ഉണ്ണികൃഷ്ണൻ കൂടി നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ആദ്യം ശ്രീരാമകൃഷ്ണനിലേക്ക്. അഭിനന്ദനങ്ങളാണ് ശ്രീരാമകൃഷ്ണനെ അറിയിക്കാനുള്ളത്. തീർച്ചയായും അദ്ദേഹത്തെ ഒരു പക്ഷേ ഇനിയുള്ള നാളുകളിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് എന്തായാലും കിട്ടാത്തൊരു സാഹചര്യമാണ്. കാരണം എന്തായാലും അദ്ദേഹം ആ രീതിയിലുള്ള ഔദ്യോഗിക വലിയൊരു നഷ്ടം കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ശ്രീരാമകൃഷ്ണൻ, എന്തായാലും ഈ ഒരു ദിനം എല്ലാവരും കാത്തിരുന്ന ദിനമാണ്, മലയാളികളടക്കം. ഈ ഒരു ദിനത്തിൽ എന്തായാലും ഒരുപക്ഷെ വലിയ രാഷ്ട്രീയമായ ചർച്ചകൾ പോകുന്നതിന് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ന് പുതിയൊരു ടീമുമായി പിണറായി വിജയന്റെ മന്ത്രിസഭ അധികാരമേൽക്കുന്നു. താങ്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു കർത്തവ്യമാണ് എന്തായാലും നിറവേറ്റാനുള്ളത്. 5 വർഷക്കാലം അവിടെ ഡയസിൽ ഒരുപക്ഷെ കൃത്യതയോടുകൂടി അവധാനതയോടുകൂടി ഒരു മുന്നോട്ട് പോകേണ്ട വലിയ ഒരു ദൗത്യം. ആ ദൗത്യം ഒക്കെ ഒരുപക്ഷെ താങ്കൾ ഈ ദിനത്തിൽ ഇന്ന് ഔദ്യോഗികമായി അതിൻ്റെ ആ കൃത്യനിർവഹണത്തിലേക്ക് അതിൻ്റെ ഔദ്യോഗിക അധികാരം ഏറ്റെടുക്കുകയാണ്. ഈ ദിനം അല്ല, സ്പീക്കർ എന്നുള്ള നിലയിലുള്ള അധികാരാരോഹണം 3-ാം തീയതി സംഭവിക്കൂ. 3-ാം തീയതിയാണ് സഭ ചേരുന്ന, 2-ാം തീയതി, 3-ാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നത് ഈ വരാനിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് വലിയ ഹോംവർക്ക് ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കും. നല്ല ഗൃഹപാഠത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിലേൽക്കാൻ പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള നേതാക്കളിൽ ഒരാളാണ്. സൂക്ഷ്മതയും അവധാനതയുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സവിശേഷതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ നല്ല ഗൃഹപാഠവും ആ ഗൃഹപാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു മാനിഫെസ്റ്റോയും ഈ ഗവൺമെൻറ്റിനെ നല്ല ദിശയിലേക്ക് നയിക്കും, നല്ല വഴികാട്ടിയായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആസൂത്രണക്കുറവും തോന്നുമ്പോൾ തോന്നിയത് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഗവൺമെൻറ് പോയത്. കാരണം ഒരു ഐഡിയോളജിയുടെ പിന്തുണയില്ലാതെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ഗവൺമെൻറ്. കാരണം രാവിലെ എടുക്കുന്ന തീരുമാനം 11 മണിക്ക് മാറ്റും, 11 മണിക്ക് എടുക്കുന്ന തീരുമാനം 4 മണിക്ക് വേറെ ആരെങ്കിലും പറയുമ്പോൾ മാറ്റും, ആരുടെ കൂടെയും ഒഴുകിപ്പോവും. ഏത് കുപ്പിയിലും ആക്കാൻ പറ്റുന്നൊരു ദ്രാവകം പോലെയുള്ള ഒരു നേതൃത്വമാകുമ്പോൾ ആർക്കും വന്ന് കയറാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരും വന്ന് കയറും, അവർക്കെല്ലാം ഏത് വഴിവിട്ട നീക്കങ്ങൾക്കും സഹായിക്കും. തൻ്റെ അടുത്ത് വന്ന ആരെയും താൻ എങ്ങനെയും സഹായിക്കും, അതിന് പറ്റുന്ന പങ്ക് പറ്റാൻ പറ്റുന്ന ആളുകൾക്ക് അവസരം കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു. ഈ രീതി കേരളത്തെ ഒരു തരത്തിൽ മുടിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ളൊരു സമയമെടുക്കും. അങ്ങനെ തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ. വളരെ കൃത്യതയോടുകൂടി അളന്നു തൂക്കിയുള്ള ചുവടുകളായിരിക്കും ഈ ഗവൺമെൻറ്റിൽ നിന്ന് വ്യക്തമാക്കുന്ന തീരുമാനങ്ങൾ. ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പേഴ്സണൽ സ്റ്റാഫിൻ്റെ അംഗസംഖ്യയെ സംബന്ധിച്ച്, മോടി പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാമുള്ള തീരുമാനങ്ങൾ പടിപടിയായിട്ട് വരികയാണ്. ലാളിത്യത്തിൻ്റെ മുഖമുദ്രയായ ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യെസ്, തീർച്ചയായും അവിടെ എന്തായാലും നമ്മുടെ അതിഥികൾ പോകുന്നതിന് മുൻപ് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ഓരോ നിമിഷവും എന്തായാലും ആകാംക്ഷയോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുകയാണ് ഈ ദിനത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടക്കുമ്പോൾ. ശ്രീരാമകൃഷ്ണൻ, ഒരുപക്ഷെ സ്പീക്കർ എന്ന പദവി കഴിഞ്ഞ 5 വർഷക്കാലം നിർവഹിച്ച ആ കാലഘട്ടം ഒരുപക്ഷെ G. കാർത്തികേയൻ ആദ്യം ആ കസേരയിൽ വരുന്നു, പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി ശക്തൻ വരുന്നു. ഇവിടെയൊക്കെ ഒരുപക്ഷെ ഒരു പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴായി സ്പീക്കറുടെ ഇടപെടൽ പോലും വലിയ വിമർശനങ്ങൾക്ക് പൊതുവേദിയിലടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം പൊതുസമൂഹത്തിലടക്കം ഇടയായിട്ടുണ്ട്. അവിടെ ഒരു നിഷ്പക്ഷത എപ്പോഴും ഒരുപക്ഷെ ഒരു വെല്ലുവിളിയായി മാറുന്ന ഒരു ഘട്ടമാണോ? താങ്കൾ ഒരുപക്ഷെ, ഞാൻ ചോദിക്കുന്നത്, ആദ്യമായിട്ടാണ് ഈ ഒരു പദവിയിലേക്ക് വരുന്നത്, അതൊക്കെ കൊണ്ട് നിഷ്പക്ഷത പലപ്പോഴായി കാത്തു സൂക്ഷിക്കുന്നതിൽ പലകുറി നമ്മുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നല്ല രീതിയിൽ വലിയ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്ത ആളുകളുണ്ട്, അതേസമയം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പദവി അതൊരു വെല്ലുവിളിയായിട്ട് കാണേണ്ടതാണോ, അതോ അതല്ല സ്വസിദ്ധമായ ശൈലിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വിശാലമായ മേഖലയാണ്? കഴിഞ്ഞ സ്പീക്കർമാരുടെ പക്ഷത്തെക്കുറിച്ചും നിഷ്പക്ഷതയെക്കുറിച്ചും ഞാനിപ്പോൾ ഒരു അഭിപ്രായം പ്രകടനം നടന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്പീക്കറുടെ സാധാരണഗതിയിൽ അല്പം കൂടി
സീനിയറായിട്ടുള്ള ഒരല്പം പ്രായം കൂടുതലുള്ള ആളുകളാണ് പലപ്പോഴും വന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്പീക്കറുടെ മൗലികമായൊരു കടമ എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു മൗലികമായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അതിനുള്ള അവസരം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അവിടെ വന്നിരിക്കും. ആ സിസ്റ്റത്തിന് വിധേയമായിട്ട് തന്നെയാണ് ഇവർക്ക് പ്രകോപനപരമായിട്ടും അല്ലാതെയും ഒക്കെ പെരുമാറാൻ സാധിക്കൂ. പ്രതിപക്ഷം എത്ര അംഗസംഖ്യ കുറവാണെങ്കിലും അവരുടെ വിമർശനത്തിനുള്ള വിമർശനാത്മകമായ സമീപനങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കുക. ഭരണപക്ഷം ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലയിൽ ഡിബേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു സിസ്റ്റം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ നിഷ്പക്ഷതയുടെയോ പക്ഷത്തിൻ്റെയോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അവിടെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രവർത്തകർ രാവിലെ തന്നെ അവിടേക്ക് എത്തിത്തുടങ്ങിയോ? ഏത് രീതിയിലാണ്? നേതാക്കളും ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ടോ? പ്രജീഷ്, അങ്ങേയറ്റത്തെ ആവേശത്തോടെ കേരളം കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഏതാണ്ട് 4 മണിയോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു എന്ന് തന്നെ പറയാം. 3:50 ഗവർണർ പി സദാശിവം ഇവിടെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. 5 മണിക്ക് മുമ്പ് തന്നെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പുരോഗമിക്കുന്നു. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ പതിനായിരങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഒഴുകിയെത്തും. അവരെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും റെഡിയായിരിക്കുന്നു. ഒപ്പം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം തന്നെ പൂർണ്ണമായും ഇവിടെ ഉണ്ടാകും. അവരെയും സ്വീകരിക്കുന്നതിനും അവർക്ക് ഉള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. കൃത്യമായി VIP തിരിച്ചും അതിന് പിന്നിലായി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള 10,000 എത്തിച്ചേരും. അവർക്കുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് 4 മണിക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ള പൂർത്തിയാക്കാനുള്ള ജോലികൾ. രാവിലെ നേരിയ തോതിൽ മഴ പെയ്തു എന്നതാണ് ഈ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പക്ഷേ മഴ ഉണ്ടാകുമെന്ന് കരുതി സ്റ്റേഡിയത്തിൻ്റെ വലിയൊരു ഭാഗത്ത് തന്നെ പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് മഴ നനയാതെ നിന്ന് ചടങ്ങ് നേരിട്ട് വീക്ഷിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം CCTV-യിലൂടെ മറ്റ് പുറത്തുള്ള ആളുകൾക്കും കാണുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങൾ തത്സമയം ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇത് തത്സമയം കാണിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട. ചുരുക്കത്തിൽ ഈ ചരിത്ര മുഹൂർത്തം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അത് പൂർണ്ണമായ ഔദ്യോഗിക മോടിയോടും പ്രൗഢിയോടും ആഡംബരത്തോടും ഒക്കെ കൂടി പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ആവേശത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി പ്രവർത്തകർ. കഴിഞ്ഞ 2-2.5 മാസക്കാലം കത്തുന്ന വെയിലിനെ അവഗണിച്ചും അവർ നടത്തിയ തീക്ഷ്ണമായ പ്രവർത്തനവും പോരാട്ടവും ഒക്കെ അതിൻ്റെ ഫലം കണ്ടു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലെത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ്, ഔദ്യോഗികമായൊരു പൂർത്തീകരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യമാണുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയുക്ത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് 4 മണിക്ക് 3:30-നും 4-നും ഇടയ്ക്ക് ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഗവർണറും എത്തും. 3:50 4 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിലുണ്ടാകാവുന്ന വലിയ ജനത്തിരക്ക് പരിഗണിച്ച് ഗതാഗത സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണ സജ്ജമായിരിക്കുന്നു ഈ ചടങ്ങ് നടക്കാനുള്ള എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും ഒരു പക്ഷേ തത്സമയ ദൃശ്യമാണ് സ്വാമി കാണാൻ കഴിയുന്നത്. പിണറായി വിജയൻ കാറിൽ കയറി AKG സെന്ററിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഓരോ നിമിഷങ്ങളും നിർണായകമാണ്. അല്പസമയത്തിനകം തന്നെ ഗവർണറെ കാണാനായി അദ്ദേഹം എത്തും. ഷീജയിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഈ അവസരത്തിൽ ഷീജയെ കൂടി കണക്ട് ചെയ്യാൻ പ്രൊഡക്ഷനിൽ ഷീജ ഉണ്ടെന്നാണ് കരുതുന്നത്.
സജേഷ് പിണറായി വിജയൻ അവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നു. AK സെന്ററിൽ നിന്നും അദ്ദേഹം രാജ്ഭവനിലേക്കാണോ അദ്ദേഹം പോയിരിക്കുന്നത്? തീർച്ചയായും പ്രജീഷ്, നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മന്ത്രിമാരുടെ പേര് വിവരങ്ങൾ കൈമാറുന്നതിനാണ് ഇറങ്ങിയത്. AKG സെന്ററിൽ നിന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഒപ്പമാണ് കാറിനടുത്തേക്ക് പിണറായി വന്നത്. അതിനുശേഷം പിണറായി ഇപ്പോൾ രാജ്ഭവനിലേക്ക് പോയിരിക്കുകയാണ്. മന്ത്രിമാരുടെ പേര് വിവരം പിണറായി കൈമാറും. ഇപ്പോൾ രാജ്ഭവനിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി പോയിരിക്കുന്നു. AKG സെന്ററിൽ നിന്ന് അല്പം മുമ്പാണ് ഇറങ്ങിയത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ AK സെന്ററിന്റെ പുറത്ത് വരെ പിണറായിയെ അനുഗമിച്ചു. അതിനുശേഷമാണ് പിണറായി ഇവിടുന്ന് ഇപ്പോൾ രാജ്ഭവനിലേക്ക് പോയിട്ടുള്ളത്. പേര് വിവരം കൈമാറിയതിനു ശേഷം AK സെന്ററിൽ തന്നെ തിരിച്ചെത്തും. അവിടെ വെച്ച് മറ്റ് ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ജനതാദൾ എസ്, കോൺഗ്രസ് എസ്, NCP തുടങ്ങിയ കക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ് ഏറ്റവും ആദ്യം നടക്കുക. അതിലാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുക. ഈ ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായാൽ അതിനുശേഷം CPIM സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. CPI എക്സിക്യൂട്ടീവും അതിനുശേഷം ചേരും. അതിലാണ് മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുക. വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. പ്രജീഷ്. MR സജീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. B ഉണ്ണികൃഷ്ണനിലേക്ക് ഒന്ന് പോയാൽ, ഉണ്ണി, ഇവിടെ ഒരുപക്ഷെ ശ്രീ ഉണ്ണികൃഷ്ണൻ പരിശോധിച്ചാൽ മന്ത്രിസഭയുടെ ഘടന ഒന്ന് നോക്കിയാൽ 12ഓളം, ഒരുപക്ഷെ 19-ൽ 12 പേരും പുതുമുഖങ്ങളായി വരുന്നു. മാത്രമല്ല ഘടകകക്ഷികൾ കൂടി പരിശോധിച്ചാൽ അവരും അതേ രീതിയിലുള്ള സമീപനങ്ങൾ CPI കൂടി എടുത്തിരിക്കുന്നു. അവിടെ മന്ത്രി നല്ലൊരു ടീം, പിണറായി വിജയൻ്റെ ടീം സംബന്ധിച്ച് പൊതുവേ ഒരു വിലയിരുത്തലിലേക്ക് പോയ മികച്ച ഒരു ടീം. ഈ ഒരു ടീം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താങ്കൾ ഒരു പക്ഷേ നോക്കിക്കാണുന്നത് കഴിവ് വേണം. മാത്രമല്ല സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തിൻ്റെ അടക്കം പരിശോധിക്കണം, നിലവിലെ സ്ഥിതി, മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലം കേട്ട പഴികൾ അതൊക്കെയും നികത്തണം. എല്ലാ മേഖലയിലും പൊതുമരാമത്തടക്കം പരിശോധിച്ചാൽ വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട അവസ്ഥ. ഈ ടീമിനെ ഒരു പക്ഷേ പൊതുവെ പരിശോധിച്ചാൽ അല്ല, ശ്രീ പിണറായി വിജയൻ്റെ ടീമിനെ കുറിച്ച് ആർക്കും ആക്ഷേപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അത് പരിചയ സമ്പത്തുള്ള ആളുകളുണ്ട്, അതിനകത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ ടീം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട സൗഹൃദമുള്ള ശ്രീരാമകൃഷ്ണനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ഞാൻ 2 ദിവസമായിട്ട് വിളിക്കുന്നു, അദ്ദേഹത്തെ കിട്ടുന്നില്ല. എനിക്ക് ഇവിടെ വെച്ചത് പറയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഇപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ശ്രീരാമകൃഷ്ണന്റെ കൂടി നമ്മുടെ സഭയുടെ മൊത്തം ഒരു സ്വഭാവത്തിൻ്റെ ഒരു അടയാളമായിട്ട് കൂടി ഞാനിത് കാണുന്നു. കാര്യം ഏറ്റവും സൗമ്യദീപ്തവും പ്രസാദാത്മകവും എന്നാൽ കാർക്കശ്യം വിടാത്തതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയാണ് ശ്രീരാമകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തെ ആ കാര്യത്തിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അറിയാം. പിന്നെ ശ്രീരാമകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പ്രായം എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിനകത്ത് ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് അനുഭവ സമ്പത്തുള്ള പ്രായം തികഞ്ഞ ഒരു സഭയെ ഒരു ചെറുപ്പം ഇനിയും പോയിട്ടില്ലാത്ത ഒരാൾ നയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ സഭയുടെ മൊത്തം നടപടിക്രമങ്ങൾക്കും അതിൻ്റെ ഒരു നടത്തിപ്പിനും ഞാനൊരു പുതിയ പ്രസരിപ്പും ക്വാളിറ്റിയും കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഗംഭീരമായി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല ശ്രീരാമകൃഷ്ണനെ കൂടി ഇരുത്തിക്കൊണ്ട് തന്നെ പറയണം, ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം കേട്ട അതിന് ഒരു മുക്തി, തീർച്ചയായും മുക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയമായിട്ടല്ലെങ്കിൽ കൂടിയും ഒരു മാറ്റം ജനങ്ങൾ ഒരു പക്ഷേ പൊതുവെ ആഗ്രഹിച്ചിരുന്ന ഒരു ഘട്ടം അവിടേക്ക് വരുമ്പോൾ സുതാര്യത എല്ലാ മേഖലയിലും, കാരണം ജനങ്ങൾ ഇവിടെ ഒരു കാവലാളായി ഒരു പക്ഷേ ജനങ്ങൾ പരിശോധനയുടെ സർക്കാരിനെ പരിശോധിക്കുന്ന സ്കാനിങ് മിഷീനായിട്ട് ഒരു പക്ഷേ ജനങ്ങൾക്ക് മാറേണ്ട ഒരു തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കളക്റ്റീവ് സോഷ്യൽ ഓഡിറ്റിങ്ങിന് അത് വിധേയമാകണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ മുറി സദാസമയവും വെബ് സ്ട്രീം എന്നുള്ളത് കൊണ്ട് സുതാര്യത ഉറപ്പാകുന്നില്ല. മറിച്ച് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് സമ്പ്രദായം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വിവരാവകാശ രേഖകളെ ആശ്രയിക്കാതെ തന്നെ ഒരു സാധാരണ പൗരന് മാസത്തിലൊരിക്കൽ ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ അറിയാൻ
ഉള്ള സംവിധാനം ഉണ്ടാകണം. അപ്പോൾ വളരെ വിപുലമായ, വളരെ സമഗ്രമായ, എന്നാൽ സൂക്ഷ്മാംശങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാത്ത ഒരു വിവരാവകാശം എന്നല്ല ഞാൻ പറയുന്നത്, വിവരങ്ങൾ ആർക്കും ലഭ്യമാകുന്ന തരത്തിൽ ഇന്ന് വിവര സാങ്കേതിക വിദ്യ അത്രയേ കണ്ട് വളർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കലോ വല്ലതും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വെബ്സൈറ്റ്. പിന്നെ ആളുകൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രിമാരുടെ മുറിയിലോ മുഖ്യമന്ത്രിയുടെ മുറിയിലോ ഇടിച്ചു കയറുന്നത് ഒരിക്കലും ജനകീയതയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് അക്ഷയ പോലുള്ള സെൻറ്ററുകളുണ്ട്. അവിടെ നമുക്കറിയാം, നമ്മുടെ ബില്ലുകളൊക്കെ അടയ്ക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് നമുക്കറിയാം. ഗവൺമെൻറ് അത്തരത്തിലുള്ള സേവനങ്ങൾ ഒരുക്കുന്ന സ്ഥലമാണ്. ഇവിടെ 1-2 കൗണ്ടറുകൾ നമ്മൾ തുറക്കുകയും ഏത് ആൾക്കും 24/7 അവിടെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയും ആ പരാതിയിലെടുത്ത നടപടി അയാളെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഒരു ഫിസിക്കലായിട്ടുള്ള പ്രോക്സിമിറ്റിയിലല്ല ജനകീയത നിൽക്കുന്നതെന്നും ജനകീയതയെ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ നമുക്ക് വികസിപ്പിക്കാനും. ഞാൻ അവിടെ ഒരു പക്ഷേ ഞാൻ ചോദിക്കുക, കാരണം ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞ 1 വർഷം 2 വർഷം മുൻപ് ഒരു യുവജനതയെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു DYFI പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അതിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ ഇവിടെ ഉണ്ണി സൂചിപ്പിച്ച വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കാരണം കാലതാമസം വരികയാണ്. ഒരുപക്ഷെ മനഃപൂർവ്വമോ, ഞാൻ യുവജനതയുടെ പറയുമ്പോൾ അവിടെ തൊഴിലില്ലായ്മയാണ് ഒരുപക്ഷെ PSC അടക്കമുള്ള കാര്യങ്ങളിൽ. അവിടെ അപ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനത്തിലേക്ക് പോകുന്നു. യുവജനത ഒരുപക്ഷെ ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അവസ്ഥ. ഇങ്ങനെ കാലതാമസങ്ങൾ ഏത് മേഖല പരിശോധിച്ചാലും അവിടെ ഒരു ചുവപ്പ് നാടയ്ക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുന്നു, ഒരുപക്ഷെ ബോധപൂർവമോ അല്ലാതെയോ. ഇതിനൊക്കെയും അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളുടെ ക്യാപ്ഷൻ പോലും എല്ലാം ശരിയാകും LDF വന്നാൽ. കാരണം ഇന്നിപ്പോൾ നിങ്ങൾ അധികാരമേറ്റ ഓരോ നിമിഷം തോറും ജനം ചോദിക്കും ശരിയാകുന്നുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സ്കാനിങ് മെഷീനായി ജനങ്ങൾ പോലും മാറുന്ന സാഹചര്യം. അതുകൊണ്ട് യുവജനതയ്ക്ക് താങ്കൾക്ക് എന്തായാലും പരിമിതികൾ കാണുമെങ്കിൽ കൂടി ഒരു യുവജനതയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വയ്ക്കാൻ ഇന്നെന്താ പറയുക, ഔദ്യോഗിക ദിനമാണ്, നിങ്ങളുടെ സർക്കാർ അധികാരത്തിലേറാൻ പോകുന്ന ദിവസം. ഈ യുവജനതയോട് തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ രീതിയിൽ യുവജനതയോടുള്ള ഒരു പ്രഖ്യാപനം അത് നിങ്ങളുടെ ആ പറയുന്ന പത്രികയിൽ തന്നെ, പ്രകടന പത്രികയിൽ തന്നെ ഊന്നിയിട്ടുണ്ട് എങ്കിൽ കൂടിയും പ്രായോഗിക തലത്തിലേക്ക് ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണോ ഇന്നുള്ളത്? ഇന്നലെ പുന്നപ്ര വയലാറിൽ ഞങ്ങൾ നിയുക്ത മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം വയലാറിലൊരു പൊതുസമ്മേളനം ചേരുകയുണ്ടായി. ആ പൊതുസമ്മേളനത്തിൽ കേരള വികസനത്തെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് പറഞ്ഞ് കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സമീപനം ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ കേരളത്തിന് അടിസ്ഥാനപരമായ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വിദ്യാസമ്പന്നരായ യുവതീ-യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മയുടെ തലം വേറെ നിലയിലാണ്. കാരണം ഡെൻസിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലം എന്നുള്ള നിലയിൽ അഭ്യസ്ത വിദ്യരായ ആളുകളുടെ ഇതാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുന്നത്. അതിന് സഹായകരമായ പദ്ധതികൾ വരണമെങ്കിൽ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിലൊന്ന് വൈദ്യുതി രംഗമാണ്. പവർ ഇല്ലാതെ ഒരു വ്യവസായവും ഒരു മേഖലയും വളരാൻ പോകുന്നില്ല. അപ്പോൾ അതിൽ വളരെ ഊന്നലുണ്ടായിരിക്കുമെന്ന് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം, അതിൻ്റെ ഭാഗമായ വ്യാവസായിക വളർച്ച. 2, കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ചില പ്രകൃതി വിഭവങ്ങളുണ്ട്. ആ പ്രകൃതി വിഭവങ്ങൾ ടാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവമായൊരു സംവാദം നടക്കുന്നില്ല. കേരളത്തെ ഒരുപക്ഷെ സാമ്പത്തിക വളർച്ചയുടെ വലിയ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുന്ന ചില പ്രകൃതി വിഭവങ്ങൾ പാരിസ്ഥിതിക പ്രത്യാഘാതം കൂടാതെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷം ചില നിലപാട് കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട്. 25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിനൊരു പ്രായോഗിക പദ്ധതിയുടെ പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ യുവത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വലിയ തോതിൽ പിന്തുണച്ചിട്ടുണ്ട്. ആ പിന്തുണച്ചതിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള കൃത്യനിഷ്ഠയോടുകൂടിയുള്ള നേതൃത്വം പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിണറായി വിജയൻ ഈ ദിനത്തിലെ ആദ്യ ഔദ്യോഗിക കൃത്യനിർവഹണം അല്ലേ സ്വാമി? തീർച്ചയായും രാജ്ഭവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. ഷീജ ഇപ്പോൾ ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. ഷീജ, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പിണറായി വിജയൻ ഗവർണറെ കാണാനായി എത്തിയിരിക്കുന്നു.
സോമി 9:20 കൂടിയാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ രാജ്ഭവനിൽ എത്തിയത്. രാജ്ഭവനിൽ എത്തി അദ്ദേഹം ഗവർണറെ കണ്ട് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പട്ടിക കൈമാറുകയുണ്ടായി. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരുന്നതായിരിക്കും. ഏതായാലും ഔദ്യോഗികമായുള്ള നിയുക്ത മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പദവിയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഔദ്യോഗിക ചുമതല തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അതെ, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഷീജ തുടരുക. ഇപ്പോൾ പിണറായി വിജയന് പി സദാശിവം ഗവർണർ എത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദിനത്തിലെ ഔദ്യോഗിക കൃത്യനിർവഹണം ഇപ്പോൾ പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് എത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ജനാധിപത്യപരമായ രീതിയിലുള്ള കീഴ്വഴക്കം എന്ന നിലയിൽ അതിന്റെ ആദ്യഘട്ടം, ഈ ദിനത്തിലെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യം കുശല സംഭാഷണത്തിലേക്കടക്കം പോകുന്നു രണ്ടുപേരും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം, ഔദ്യോഗിക നടപടി എന്ന നിലയിൽ തന്നെ രാജ്ഭവനിലേക്ക് ഒരുപക്ഷെ ചരിത്ര നിമിഷങ്ങളുടെ ഇന്നത്തെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളിലെ ഒരു സമയം പിന്നിട്ടിരിക്കുന്നു. അതാണ് പ്രേക്ഷകർ കാണുന്നത്. യെസ്, വ്യക്തമാണ്. എന്തായാലും ഏവരും ഒരുപക്ഷെ ഉത്കണ്ഠയോടുകൂടി ഓരോ നിമിഷങ്ങളും ഔദ്യോഗിക നിമിഷങ്ങളായി മാറുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ജനവിധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ജനാധിപത്യപരമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അതായിരിക്കും സ്വാഭാവികമായും ഓരോ നിമിഷങ്ങളും പിന്നിട്ട് പോവുക. അതിലെ ദൃശ്യങ്ങളാണ് എന്തായാലും രാജ്ഭവനിൽ നിന്നും കണ്ടത്. ഇപ്പോൾ നമ്മോടൊപ്പം AK ശശീന്ദ്രൻ, നിയുക്ത മന്ത്രി കൂടി നമ്മോടൊപ്പം ചേരുന്നു. എന്തായാലും AK ശശീന്ദ്രനെ കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമല്ല, പക്ഷേ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട സാഹചര്യം അദ്ദേഹം മന്ത്രിപദത്തിലേക്ക് താങ്കൾ എത്തിയിരിക്കുന്നു. കാരണം എന്തായാലും മലയാളികൾക്ക് താങ്കളെ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമല്ല. ശ്രീ ശശീന്ദ്രൻ, എന്തായാലും ഇന്ന് താങ്കൾ ഔദ്യോഗികമായി പദവി ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ദിനത്തിൽ പറയാനുള്ളത്? ഒന്നാമതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു മന്ത്രിയാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അഭിമാന മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. തീർച്ചയായും ശശീന്ദ്രനിലേക്ക് വരെ. എന്തായാലും ശ്രീരാമകൃഷ്ണന് പോകേണ്ട ഒരു സമയമായതുകൊണ്ടുകൂടി ശ്രീരാമകൃഷ്ണൻ അവസാനമായി, എന്തായാലും ഇനി താങ്കളെ ഇപ്പോഴൊന്നും കയ്യിൽ കിട്ടത്തില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഔദ്യോഗികമായ മറ്റൊരു മേഖല കൂടിയായതുകൊണ്ട്. എന്തായാലും നിഷ്പക്ഷത എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. സഭയുടെ കീഴ്വഴക്കങ്ങൾ പലപ്പോഴായി തെറ്റിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയേണ്ടതില്ല, താങ്കൾ കൂടി ആ സമയത്ത് സഭയിലുണ്ടായിരുന്നു. ലഡു അടക്കം വിതരണം ചെയ്ത് ഞാനൊന്നും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒരുപക്ഷെ സ്പീക്കർക്ക് എടുക്കേണ്ട നിഷ്പക്ഷ സമീപനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിമർശനങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു പ്രിവിലേജ് കൃത്യമായി നിർവഹിക്കേണ്ട ബാധ്യത അത് എങ്ങനെ നിർവഹിക്കും? ഒപ്പം നിങ്ങളുടെ സർക്കാർ എത്രത്തോളം പ്രതിബദ്ധമായിട്ടായിരിക്കും എല്ലാം ശരിയാക്കി മുന്നോട്ട് പോവുക? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ കാർക്കശ്യം, ഒരു വ്യക്തിയുടെ കാഠിന്യം, അതുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാരായ ഈ നേതാക്കളെ മുഴുവൻ അടക്കിയിരുത്താമെന്ന് കരുതുന്നതോ പറയുന്നതോ അങ്ങനെ വിശ്വസിക്കുന്നതോ മൗഢ്യമാണ്. യഥാർത്ഥത്തിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമുക്കൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, സഭാ നടത്തിപ്പിന് വളരെ വിഖ്യാതമായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് തടസ്സം കൂടാതെ എല്ലാവരെയും അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താ? പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിമർശനാത്മകമായി ഭരണപക്ഷത്തെ തുറന്നു കാണിക്കാനുള്ള അവസരം വേണം. ആ അവസരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കഴിഞ്ഞ സഭയിൽ പലപ്പോഴും സംഭവിച്ചത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനാത്മകമായ സമീപനങ്ങളെ എവിടെയോ ചില സമയത്തൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ക്ഷോഭാത്മകമായ ചില പ്രതികരണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എങ്ങനെ ആളുകൾ പെരുമാറുമെന്നത്, ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നമ്മൾ സിസ്റ്റത്തെ സ്വീകരിക്കുന്നു എന്നതുകൂടി ബന്ധപ്പെട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ തുടക്കം മുതൽ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതായത് എല്ലാം ശരിയായില്ലെങ്കിലും കുറേയൊക്കെ ഒരു കാര്യം എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ഇപ്പോഴേ ചോദിക്കാൻ പറ്റുള്ളൂ. സ്പീക്കറൊക്കെ നിങ്ങൾ പറയുന്നത് ആക്സസബിൾ അല്ല. ഈ നമ്മുടെ സഭാ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് സ്പീക്കറിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും വലിയ കൊളോണിയൽ മാതൃകയാണ് നമ്മൾ
പിന്തുടരുന്നത്. എല്ലാവരും ഞാൻ സാർന്ന് വിളിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അതിന് വലിയൊരു കൊളോണിയലായിട്ടുള്ള മാതൃകയുണ്ട്. അത് നമ്മൾ കുറെ കൂടി ഡെമോക്രാറ്റൈസ് ചെയ്യുകയും നമ്മൾ കുറെ കൂടി തുറക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിലെനിക്ക് അഭിപ്രായം, ഞാൻ നേരത്തെ തന്നെ കേരള ഹൈക്കോടതിയിൽ ലോഡെന്നാണ് അഭിപ്രായം. അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ട് ഇതൊക്കെ ഗൗണൊക്കെ ധരിച്ച്, അപ്പം പലപ്പോഴും ജനങ്ങളിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിക്കുന്ന പ്രതീകങ്ങളായിട്ട് കോടതി നടപടികൾ മാറുന്നതിനെ കുറിച്ചൊക്കെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. പക്ഷേ പൊതുവേ എനിക്ക് തോന്നുന്നത് ഈ നേർക്കുനേരുള്ള സംസാരം, ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേർക്കുനേരുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനേരുള്ള സംസാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്പീക്കറോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ വശങ്ങൾ നിങ്ങൾ അധ്യക്ഷനോട് പറയൂ, അധ്യക്ഷൻ അത് കേൾക്കുന്നുണ്ടെന്നുള്ള എനിക്ക്. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സംഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ അഭിസംബോധന പോലെയുള്ള കാര്യങ്ങളിൽ ചർച്ചയാവാമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ രാമകൃഷ്ണൻ. എന്തായാലും 5 വർഷം വളരെ സുദൃഢമായി തന്നെ അവധാനതയോടുകൂടി താങ്കൾക്ക് പോകാൻ കഴിയട്ടെ. കാരണം ഈ ദിനത്തിൽ ഞങ്ങളോടൊപ്പം വളരെ വ്യക്തമായി തന്നെ ഞങ്ങളോടൊപ്പം ഈ നിമിഷം പങ്കിട്ട ശ്രീ രാമകൃഷ്ണൻ എല്ലാവിധ ഭാവുകങ്ങളും കൈരളി TV യുടെ പേരിലും എന്തായാലും പ്രേക്ഷകരുടെ പേരിൽ കൂടി ആശംസിക്കുക.